പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തിന്റെ ഇന്ധന സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി നിർണായക നീക്കവുമായി കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ്. നിലവിൽ ക്രൂഡ് ഓയിൽ മാത്രം സംഭരിച്ചു വെക്കുന്ന രീതിക്ക് പുറമെ ചരിത്രത്തിലാദ്യമായി LPG, LNG എന്നിവയും കരുതൽ ശേഖരത്തിൽ ഉൾപ്പെടുത്താൻ കേന്ദ്രം ആലോചിക്കുന്നുവെന്നാണ് വിവരം. എന്നാൽ ഇതിന് പണം കണ്ടെത്തുന്നതിന്റെ ഭാഗമായി ഉപഭോക്താക്കളിൽ നിന്ന് പുതിയ സെസ് ഈടാക്കാൻ പെട്രോളിയം മന്ത്രാലയം ശുപാർശ ചെയ്തിരിക്കുന്നത് സാധാരണക്കാർക്ക് തിരിച്ചടിയാണ്. ഏകദേശം 2 മാസത്തെ രാജ്യത്തിന്റെ ആവശ്യത്തിനുള്ള LNG സംഭരണവും 6 ആഴ്ചത്തെ LPG സംഭരണവുമാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. തന്ത്രപരമായി ഈ കരുതൽ ശേഖര പദ്ധതിക്ക് ഏകദേശം $42 ബില്യൺ ചെലവ് വരുമെന്നാണ് കണക്കാക്കൽ. ഈ പദ്ധതിക്കായി LPG കിലോഗ്രാമിന് 1.29 രൂപയും പ്രകൃതിവാതകത്തിന് ക്യൂബിക് മീറ്ററിന് 1.43 രൂപയും സെസ് ഈടാക്കാനാണ് നീക്കം. ഇത് പ്രകാരം ഗാർഹിക പാചക സിലിണ്ടറിന് 18 രൂപയിലധികം വില ഉയർന്നേക്കുമെന്നാണ് വിലയിരുത്തൽ. ഈ നിർദ്ദേശം നടപ്പിലാകുന്നതോടെ ഗാർഹിക ഉപഭോക്താക്കളുടെ പ്രതിമാസ ബില്ലുകളിൽ ഏകദേശം 2% വരെ വർധനവുണ്ടാകും. സാമ്പത്തിക ഭാരം സാധാരണക്കാരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് രാഷ്ട്രീയ എതിർപ്പുകൾക്ക് കാരണമാകുമെന്ന ആശങ്കയും സർക്കാരിനുണ്ട്. എങ്കിലും പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളും ഇറക്കുമതി ആശ്രിതത്വവും ഒഴിവാക്കുന്നതിന് ഈ മുൻകരുതൽ അത്യാവശ്യമാണെന്നാണ് വിശദീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ അന്തിമ അംഗീകാരം ലഭിച്ചാൽ മാത്രമേ പദ്ധതി ഔദ്യോഗികമായി നിലവിൽ വരൂ. ലോകത്തിലെ 3ാമത്തെ വലിയ എണ്ണ ഇറക്കുമതി രാജ്യമായ ഇന്ത്യ ഊർജ്ജ ആവശ്യങ്ങൾക്കായി വലിയ തോതിൽ വിദേശ രാജ്യങ്ങളെയാണ് ആശ്രയിക്കുന്നത്. വരും കാലങ്ങളിൽ അന്താരാഷ്ട്ര വിപണിയിൽ ഉണ്ടാകാനിടയുള്ള ഇന്ധന പ്രതിസന്ധികളെയും വിതരണ തടസ്സങ്ങളെയും മുൻകൂട്ടി കണ്ടാണ് തന്ത്രപരമായ നീക്കവുമായി രാജ്യം മുന്നോട്ടു പോകുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.